അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിൽ 16 വയസ്സുകാരി ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പോലീസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്ദുർഗ് കോടതിയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ പാണത്തൂരിൽ എത്തിച്ച ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് തുടങ്ങി. ഫയർഫോഴ്സിന്റെ സബ് ടീമിന്റെ സഹായത്തോടെയാണ് പാണത്തൂർ പവിത്രം കയപ്പുഴയിൽ തെളിവെടുപ്പ് ആരംഭിച്ചത്. രേഷ്മയുടെ മൃതദേഹം ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി കല്ലുകെട്ടി പവിത്രം കയത്തിൽ തള്ളിയെന്നാണ് ബിജു പോലീസ് നൽകിയ മൊഴി. മൃതദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനാണ് തെരച്ചിൽ ആരംഭിച്ചത്. 2010 ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടയിൽ രേഷ്മയെ കാണാതായത്. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട രേഷ്മയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ഹൈക്കോടതി. IGP പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു പോലീസിനെ കഴിഞ്ഞ ദിവസം മടിക്കേരി അയ്യങ്കേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അതേസമയം രേഷ്മയുടെ കൊലപാതകത്തിനു പിന്നിൽ ഒരു ബാർ ഉടമയ്ക്ക് ബന്ധമുണ്ടെന്ന് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. സമൂഹത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. റേപ്പ് ചെയ്യപ്പെട്ടത് പാണത്തൂർ വെച്ച് വളരെ മൃഗീയമായി ഗ്രൂപ്പായി നിന്ന് റേപ്പ് ചെയ്ത്, ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെയാണ് റേപ്പ് ചെയ്ത് ആ കുട്ടിയെ ചവിട്ടി കൊലപ്പെടുത്തി കായലിൽ ചവിട്ടി താഴ്ത്തിയ ഒരു സംഭവമാണ് ഈ കേസിൻ്റെ ഒരു പ്രധാന കാര്യം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുക. ഇത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഈ കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ തോതിൽ നടക്കുകയാണ്. ഈ കുട്ടി രണ്ടാമത്തെയാണ്, വേറൊരു കുട്ടി കൂടിയുണ്ട്. ഇപ്പോൾ ആ അന്വേഷണം ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെയും ഗാങ് റേപ്പിന് വിധേയമാക്കി, ആദിവാസി കുട്ടിയാണ് ഗാങ് റേപ്പിന് വിധേയമാക്കി ആ കുട്ടിയെ പിന്നീട് കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുട്ടിയല്ല, നിരവധി കുട്ടികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 2 കുട്ടികളുടെ കേസാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി കേസുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലുണ്ട്. ആ കേസുകൾ കൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദിവാസികൾക്ക് ഉള്ള മുഴുവൻ മനുഷ്യാവകാശവും നിഷേധിക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നിലനിൽക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ച ബിജു പോലീസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.